നമ്മളൊരു മെനു കാണുമ്പോൾ എന്താ ഓർക്കാറ്? കുറേ വിഭവങ്ങളുടെ പേര്, പിന്നെ അതിന്റെ വില, അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മെനു അങ്ങനെയല്ല. ഇതൊരു ലിസ്റ്റ് മാത്രമല്ല. ഇതിനു പിന്നിൽ വ്യക്തമായൊരു ഫിലോസഫി കൂടിയുണ്ട്. അപ്പോ ഒരു മെനുവിന് ശരിക്കും ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആകാൻ പറ്റുമോ? അതായത് വെറും ഒരു ഭക്ഷണത്തിന്റെ ലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് പോകാൻ. ഗട്ട് വൈബ് കഫേയുടെ ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ ഈ ചോദ്യം നമ്മളെ ശരിക്കും സഹായിക്കും. ഇതാണ് അവരുടെ മെനുവിന്റെ ആത്മാവ് എന്ന് വേണേൽ പറയാം. മൂന്നേ കാര്യങ്ങൾ: കുടലിനെ നന്നാക്കുക, രക്തക്കുഴലുകളെ ബലപ്പെടുത്തുക, പിന്നെ സ്വാഭാവികമായി പ്രായമാവുന്നതൊന്ന് പതുക്കിയാക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഓരോ ഡിഷും ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് അവരുടെ ഫിലോസഫിയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് കടക്കാം. നാച്ചുറൽ കൊലാജൻ. നമ്മുടെ തനത് കേരളീയ പാചകരീതി ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് അവർ സാധ്യമാക്കുന്നതെന്നൊന്ന് നോക്കാമല്ലേ? അവരുടെ മെനുവിലെ സ്റ്റാർ ഐറ്റം ഈ കൊളാജനാണ്. കുടലിന്റെ ആരോഗ്യം, ജോയിന്റ്സ്, സ്കിൻ, എന്തിനേറെ ബ്രെയിൻ ഹെൽത്തിന് വരെ ഇത് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. ശരീരത്തിന്റെ ഒരു റിപ്പയർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം പോലെ. അപ്പോ ഇതെങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരുവിധം എല്ലാ വിഭവങ്ങളുടെയും ബേസ് ഇതാണ്. നല്ല കൊലാജനുള്ള സാധനങ്ങൾ, അതായത് ആടിന്റെയോ കോഴിയുടെയോ മീനിന്റെയോ എല്ലൊക്കെ എടുത്ത് ഒരു 8-10 മണിക്കൂർ ചെറുതീയിലിട്ട് വേവിച്ചെടുക്കും. അപ്പോ കിട്ടുന്ന ആ ബ്രോത്ത് ഉണ്ടല്ലോ, അത് കൊളാജനും ജെലാറ്റിനും ഒക്കെ ആയിട്ട് നല്ല റിച്ചായിരിക്കും. ഈ പറഞ്ഞ തിയറിയൊക്കെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയിരിക്കും? വാ, നമുക്ക് അവരുടെ ഒരു മെയിൻ ഡിഷ് തന്നെ നോക്കാം. മീൻ തലക്കറി. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇതിലെ ഓരോ ഇൻഗ്രീഡിയന്റിനും ഒരു കാരണമുണ്ട്. മീനിന്റെ തല, അത് കൊളാജിനു വേണ്ടി. പിന്നെ നമ്മുടെ നാടൻ മസാലകൾ, അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ഒഴിവാക്കാനാണ്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാത്തത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും. ചുരുക്കിപ്പറഞ്ഞാൽ ഇതിലൊന്നും വെറുതെ ചേർത്തതല്ല, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോ ഇത് വെറും മീൻ തലക്കറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ലാട്ടോ. നാടൻ കോഴിസുപ്പ് നോക്കിയാൽ അതിൽ തൊലിയും തരുണാസ്ഥിയും ഉണ്ട്. ആട്ടുകാൽ പായയില് ആടിന്റെ കാലില് ജെലാറ്റിനാണ് മെയിന്. പിന്നെ കൊലാജൻ കഞ്ഞിയിലാണെങ്കിൽ എല്ല് സുപ്പില് തിന വേവിച്ചെടുക്കുന്നു. ഓരോ വിഭവത്തിനും ഓരോ പ്രത്യേക ഗുണം. ശരി, കൊലാജന്റെ കാര്യം ഓക്കെ. പക്ഷേ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ട ഒരാൾക്ക് ഈ മെനു എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? അതായത് അവരുടെ ഈ ഫിലോസഫി ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് അവർ മാറ്റിയെടുക്കുന്നത്? ഇവിടെയാണ് അവരുടെ സ്ട്രാറ്റജിയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. സാധാരണ മെനുവിന്റെ ലക്ഷ്യം മാക്സിമം കൊലാജൻ നൽകുക എന്നതാണെങ്കിൽ, ഡയബറ്റിക് ഫ്രണ്ട്ലി മെനുവില് 2 ലക്ഷ്യങ്ങളുണ്ട്. 1, കൊലാജൻ കൊടുക്കണം. 2, ബ്ലഡ് ഷുഗർ കൂടാനും പാടില്ല. അതിനായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ധാന്യങ്ങളും വറുക്കാത്ത പാചകരീതികളും അവർ ഉപയോഗിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ ഒരു ഉദാഹരണം പറയാം. മില്ലറ്റ് ബോൺ ബ്രോത്ത് റൈസ്. അതായത് അരിക്ക് പകരം ഷുഗർ പെട്ടെന്ന് കൂട്ടാത്ത മില്ലറ്റ്സ്, അതായത് തിന പോലുള്ള ധാന്യങ്ങൾ എല്ലിൻ സൂപ്പിൽ വേവിച്ചെടുക്കുന്നു. സിമ്പിൾ. അപ്പോ ഇതിന്റെ റിസൾട്ട് എന്താ? വളരെ സ്മാർട്ടാണ്. ഒരു വശത്ത് എല്ലിൻ സൂപ്പിൽ നിന്ന് കൊളാജൻ കിട്ടുന്നു, മറുവശത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഷുഗർ ലെവൽ സ്റ്റേബിളായി നിൽക്കുന്നു. പോഷൻ കൺട്രോളും ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ ഒരേ സമയം 2 കാര്യങ്ങൾ നടക്കുന്നു. അപ്പോ ഈ ഡയബറ്റിക് ഫ്രണ്ട്ലി മെനുവിന് ചില കൃത്യമായ നിയമങ്ങളുണ്ട്. 1, ലോ GI ധാന്യങ്ങൾ മാത്രം. 2, വറുത്തതൊന്നുമില്ല, സ്റ്റീം ചെയ്ത മീനൊക്കെ പോലെ. പിന്നെ ലീൻ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കും. അതുപോലെ ഷുഗർ ഫ്രീ ഡ്രിങ്ക്സും ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ ചിട്ടപ്പെടുത്തിയൊരു സിസ്റ്റമാണ്. ഓരോ ഡിഷിനെക്കുറിച്ച് പറയുന്നതിനപ്പുറം അവരുടെ ഈ ഫിലോസഫി എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നത് അവർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിലും പ്രധാനമായി എന്തൊക്കെയാണ് അവർ തീർത്തും ഒഴിവാക്കുന്നത് എന്നറിയുമ്പോഴാണ്. അവരുടെ കിച്ചണിലെ ചില ഇൻസ് ആൻഡ് ഔട്ട്സാണിത്. ആദ്യം അവർ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നോക്കാം. ഭക്ഷണത്തോടൊപ്പം എടുക്കാൻ പറ്റിയ ചില ബൂസ്റ്ററുകൾ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നെല്ലിക്ക ഷോട്ട്, നാരങ്ങ ഇഞ്ചി വെള്ളം, പിന്നെ എള്ളും മത്തൻകുരുവുമൊക്കെ സ്പ്രിങ്കിൾ ചെയ്യാൻ, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. ഇനി അവർ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സാധനങ്ങൾ: പഞ്ചസാര, മൈദ, റിഫൈൻഡ് ഓയിൽ, ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ, MSG. ഈ ലിസ്റ്റ് വളരെ സ്ട്രിക്റ്റാണ്. അവരുടെ കിച്ചണിൽ ഇതിന് നോ എൻട്രിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് എങ്ങനെ ഒരു ഡിഷ് ഓർഡർ ചെയ്യുമെന്ന്, അല്ലേ? അവിടെയാണ് അവരുടെ ഏറ്റവും ബ്രില്യൻ്റായ ഐഡിയ വരുന്നത്. ഒരു സിമ്പിൾ കളർ കോഡിംഗ് സിസ്റ്റം. യോ പ്ലേറ്റ് യോ വൈബ് എന്നാണ് കോൺസെപ്റ്റ്. ഇപ്പോ നിങ്ങൾ കാണുന്ന ഡിഷിന് ഒരു പച്ച ടാഗ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡയബറ്റിക് സേഫാണ്, ബ്ലഡ് ഷുഗർ സ്റ്റേബിളായി നിർത്താൻ സഹായിക്കും. ഓറഞ്ച് ടാഗാണോ?
എങ്കിലത് കൊളാജൻ റിച്ച് ആണ്. ജോയിന്റ്സിനും സ്കിന്നിനും ബെസ്റ്റാണ്. നീലനിറം ഗട്ട് ഹീലിംഗിനാണ് ഫോക്കസ് ചെയ്യുന്നത്, കുടലിന്റെ ആരോഗ്യത്തിനും നല്ല ദഹനത്തിനും. അവസാനമായി പർപ്പിൾ. ഇത് ആന്റി ഏജിംഗ് ഫോക്കസ്ഡ് ആണ്, രക്തക്കുഴലുകളുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിനും. അപ്പൊ കണ്ടില്ലേ, 4 കളറ്, 4 ലക്ഷ്യങ്ങൾ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് സിമ്പിളായിട്ട് ഓർഡർ ചെയ്യാം. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. അവരുടെ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ്: കുടലിനെ നന്നാക്കുക, രക്തക്കുഴലുകളെ ബലപ്പെടുത്തുക, സ്വാഭാവികമായി പ്രായമാകുന്നത് പതുക്കെയാക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ഒരു ഫിലോസഫി വളരെ ക്ലിയറായി അവർ ഫോളോ ചെയ്യുന്നു. അപ്പോ ഈ മെനു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് വെറുതെ വയറ് നിറയ്ക്കാനുള്ള ഒന്നല്ല, അതൊരു സന്ദേശം കൂടിയാണ്. അപ്പോ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള കഥയായിരിക്കണം?